ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെറിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേര് രാമുവിൻ്റെ ചായക്കട. രാമു, ഇന്ന് എന്താ കട തുറക്കാൻ വൈകിയോ? സ്ഥിരമായി ചായ കുടിക്കാൻ വരുന്ന ചന്ദ്രൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് രാമു സമയം നോക്കിയത്. ആ, ഇന്ന് ഇത്തിരി വൈകി ചന്ദ്രേട്ടാ. ഇന്നലെ രാത്രി കട അടച്ചപ്പോൾ കുറച്ച് വൈകി. എന്നാ ഒരു ചായ എടുത്തോ. അല്ല ചന്ദ്രേട്ടാ, കൂട്ടുകാരും വന്നില്ലേ? അത് ചോദിച്ചതും 3 കൂട്ടുകാരും എത്തി. ഇതാ ഇപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞേയുള്ളൂ. രാമൻ, രാജൻ, നാരായണൻ, ഇവരാണ് ആ 3 പേര്. രാമുവിൻ്റെ ചായ കുടിച്ചാണ് ഇവർക്ക് ദിവസങ്ങൾ ആരംഭിക്കുന്നത്. ഇവർ 4 പേരും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച കളിക്കൂട്ടുകാരാണ്. ഇപ്പോൾ എല്ലാവരും ജോലിയും തിരക്കും കുടുംബമായിട്ട് കഴിയണം. എന്നാലും രാവിലത്തെ ഈ ഒത്തുചേരൽ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. കുടുംബവിശേഷങ്ങൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും അവർ രാവിലെ കുറച്ച് സമയം രാമുവിൻ്റെ ചായക്കടയിൽ ഉണ്ടാവും. ഈ ചായക്കടയോട് ചേർന്ന് തന്നെ ഒരു സ്കൂളും ഉണ്ട്. അവിടുത്തെ അധ്യാപകർക്കും രാമുവിൻ്റെ ചായയും ഉഴുന്നുവടയുമാണ് ഇഷ്ടം. ഇങ്ങനെ സ്ഥിരമായിട്ട് ചായ കഴിക്കാൻ വരുന്ന കുറച്ച് പേരുണ്ട്. ചായക്കടയോട് ചേർന്ന് തന്നെയാണ് രാമുവിൻ്റെ കുടുംബവും താമസിക്കുന്നത്. ഒരു ദിവസം ഒരു പരിചയമില്ലാത്ത ഒരാളും 2-3 കൂട്ടുകാരും കൂടി ചായ കുടിക്കാൻ വന്നു. അയാൾ പരിചയഭാവത്തിൽ രാമുവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്നലെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണത്രേ. ആ താമസക്കാർ രാമുവിനോട് നാട്ടുവിശേഷങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. രാമുവേട്ടാ, നാളെ കാണാം. ആ താമസക്കാർ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം രാമുവിൻ്റെ ചായക്കടയിലെ പുതിയ ആളുകളെ കണ്ടപ്പോൾ ചന്ദ്രേട്ടൻ ചോദിച്ചു, ഇവരെല്ലാം ആരാ രാമു? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. രാമു വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരും രാമുവിൻ്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകരായി. ഈ വാടക വീട്ടിലെ താമസക്കാർ ചായയ്ക്ക് പൈസ കൊടുക്കാതെ പറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. മാസം തീരാറായപ്പോൾ രാമു അവരോട് ചായയുടെ പൈസ ചോദിച്ചു. അവർ പിന്നെ തരാം എന്നും പറഞ്ഞ് പിന്നെയും ചായയും വടയും ദിവസവും കഴിക്കാൻ വന്നു. പറ്റിൻ്റെ പൈസ കൂടിയപ്പോൾ രാമുവിനാകെ വിഷമായി. ഈ പൈസ എങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ച് വിവരങ്ങൾ ചന്ദ്രനോടും കൂട്ടുകാരോടും പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു, നമുക്ക് വീടിൻ്റെ ഉടമസ്ഥനോട് വിവരങ്ങൾ പറയാം. അയാൾക്ക് മാസം തോറും വാടക കൊടുക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ അവർ ഉടമസ്ഥനായ കൃഷ്ണനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് 2 മാസമായി വാടക തന്നിട്ട്. ഞാൻ ആ വീട് ഒഴിയാൻ വേണ്ടി അവരോട് പറഞ്ഞിരിക്കുകയാണ്. നാളെ അവർ വീട് ഒഴിയും. അതിനു മുമ്പ് നിങ്ങളുടെ ചായയുടെ പൈസ മേടിച്ചോ. രാമു വേഗം തന്നെ ചന്ദ്രനെയും കൂട്ടുകാരെയും കൂട്ടി വാടകക്കാരെ അന്വേഷിച്ച് ഇറങ്ങി. പക്ഷേ അപ്പോഴേക്കും വാടകക്കാർ വീടൊഴിഞ്ഞ് സ്ഥലം വിട്ടിരുന്നു. രാമു ആകെ വിഷമത്തിലായി. പറ്റി കിട്ടാനുള്ള പൈസ കിട്ടിയാൽ കട ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചതായിരുന്നു ചന്ദ്രേട്ടാ. ഇനി എന്താ ചെയ്യുക? എൻ്റെ ഈ വിഷമം ഞാൻ ആരോടാ പറയുക? ഈശ്വരൻ്റെ എല്ലാം കാണുന്നുണ്ടാവുമല്ലോ. എല്ലാം ഈശ്വരൻ്റെ നിശ്ചയം പോലെ നടക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ചന്ദ്രൻ ചോദിച്ചു, രാമുവോ, നിൻ്റെ കട നേരെയാക്കാൻ നിനക്ക് എത്ര പൈസ വേണ്ടി വരും? ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കുറച്ച് പൈസ തരാം. നീ പിന്നെ മടക്കി തന്നാൽ മതി. രാമുവിന് സന്തോഷമായി. അങ്ങനെ ചന്ദ്രേട്ടനും കൂട്ടുകാരും കൂടി രാമുവിന് കുറച്ച് പൈസ കൊടുത്തു. രാമു ഉടനെ തന്നെ കട പൊളിച്ചു പണിയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഏകദേശം 2 മാസത്തോളം കട ഉണ്ടായിരുന്നില്ല. അത്രയും ദിവസം ചന്ദ്രേട്ടനെയോ കൂട്ടുകാരെയോ കാണാനും സാധിച്ചില്ല. ഒരു ദിവസം രാമനും രാജനും നാരായണനും കൂടി ആ വഴി വന്നു. രാമുവിന് നല്ല സന്തോഷമായി. രാമു ഓടിച്ചെന്ന് അവരോട് വിവരങ്ങളെല്ലാം പരസ്പരം ചോദിച്ചറിഞ്ഞു. ചന്ദ്രേട്ടൻ എവിടെ? രാമു ചോദിച്ചു. ആ കൂട്ടുകാർ ആകെ എന്ത് പറയണം എന്നറിയാതെ പരസ്പരം നോക്കി. രാമുവിന് പരിഭ്രമമായി. രാമു പറഞ്ഞു, നിങ്ങൾ 4 പേരും കൂടി എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്ര നല്ലൊരു കടയാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ചന്ദ്രേട്ടനും പിന്നെ നിങ്ങൾ 3 പേരും വരണം. അടുത്ത തിങ്കളാഴ്ചയാണ് കട തുറക്കണത്. ഇത് കേട്ടപ്പോൾ അവരുടെ 3 പേരുടെയും കണ്ണിൽ വെള്ളം തളം കെട്ടി. രാമുവിന് ഒന്നും മനസ്സിലായില്ല. രാമു പിന്നെയും ചോദിച്ചു, ചന്ദ്രേട്ടൻ എവിടെ? അവർ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ചന്ദ്രേട്ടൻ നമ്മളെ വിട്ടുപോയി. രാമുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രേട്ടൻ്റെ വേർപാട് എല്ലാവർക്കും ഒരു തീരാ ദുഃഖമായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. രാമുവിൻ്റെ ചായക്കടയുടെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാമനും രാജനും നാരായണനും നേരത്തെ തന്നെ എത്തി. രാമുവും കുടുംബവും നല്ല സന്തോഷത്തിലായിരുന്നു. അവർ 4 പേരും കൂടി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. രാമുവിൻ്റെ ഭാര്യ എല്ലാവർക്കും ചായയും മധുരവും നൽകി.
അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. പക്ഷേ ചന്ദ്രേട്ടൻ ഇല്ലാത്തതിൻ്റെ ദുഃഖം അപ്പോഴും അവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാർ പോവാൻ നേരം രാമു ഓടിച്ചെന്ന് അവരുടെ കൈ പിടിച്ച് ചോദിച്ചു, നിങ്ങൾ ഇനിയും പഴയതുപോലെ രാവിലെ വരില്ലേ? അവർക്ക് 3 പേർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം ചന്ദ്രേട്ടൻ ഇല്ലല്ലോ. കൂടാതെ പഴയ ചായക്കടയുമല്ല, എല്ലാം പുതുക്കി നല്ല ഭംഗിയിലുള്ള ചായക്കടയാക്കി മാറ്റിയില്ലേ. അങ്ങനെ അവർ 3 പേരും ചായക്കട വിട്ട് ഒരു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഒത്തുകൂടാൻ തുടങ്ങി. പക്ഷേ ആ പഴയ സന്തോഷത്തിന് ഒരു ചെറിയ മങ്ങലേറ്റിരുന്നു. എല്ലാ വിഷമങ്ങളെയും മായ്ക്കാൻ എന്നവണ്ണം ഇളം കാറ്റ് അവരെ തഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ആൽത്തറയിലിരുന്ന് പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച് കാലം അവർ കഴിച്ചുകൂട്ടി. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പിന്നീട് എഴുതുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ ഈ കഥ കേട്ട് അഭിപ്രായം പറയണം.